ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നിരപ്പിൻ്റെ മാധുര്യം. മത്തായി 5:24 വായിക്കുന്നത്, നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കാം. 2026 ആണ്ടിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു 1-ാം തീയതിയാണ്. ദിവംഗതനായ എബ്രഹാം മാർത്തമായ മെത്രാപ്പൊലീത്തയെക്കുറിച്ച് ഒരു സംഭവ കഥയുണ്ട്. 1940s ഉള്ള കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹം പതിപോലെ ഒരു പള്ളിയിൽ സന്ദർശനത്തിന് ചെന്നു. ആ സമയം ആ ഇടവകക്കാർ അദ്ദേഹത്തെ കൊണ്ടൊരു ഒരു തെങ്ങിൻ തൈ കുഴിച്ചു വെപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ആ പള്ളിയിലെ കപ്പ്യാരോട് പറഞ്ഞു, ഇനിയും ഞാൻ ഇവിടെ വരുമ്പം ഇതൊരു തെങ്ങായി ഇതിനെ കാണണം. കുറേ വർഷങ്ങൾക്ക് ശേഷം എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത അവിടെ വീണ്ടും എത്തുന്നു. എന്നാൽ പണ്ട് നട്ട തെങ്ങിൻ തൈയുടെ കാര്യം ഇടവകക്കാരും കപ്പ്യാരും മറന്നു. പക്ഷേ അദ്ദേഹം അത് മറന്നില്ല. കപ്പ്യാരെ വിളിച്ച് അദ്ദേഹം ചോദിച്ചു, എടോ, അന്ന് ഞാൻ കുഴിച്ചു വെച്ച തെങ്ങിൻ തൈ എവിടെ? അന്നേരമാണ് കപ്പ്യാർ ആ തെങ്ങയുടെ കാര്യം ഓർക്കുന്നത്. അയാൾ മകനുമായി നിന്നു. അന്നേരം ഉണ്ടായ ആ ദേഷ്യത്തിൽ എബ്രഹാം മാർത്തോമാ കയ്യിലുണ്ടായിരുന്ന ഒരു വടി എടുത്ത് കപ്പ്യാർക്ക് ഒരു അടി കൊടുത്തു. അങ്ങനെ തെങ്ങിൻ തൈയുടെ വിഷയം അവിടെ അവസാനിക്കുന്നു. എന്നാൽ അത് ഒരു ദൈവസ്നേഹത്തിൻ്റെ തുടക്കമായിരുന്നു. പതിവ് പോലെ എബ്രഹാം മാർത്തോമാ അതിനുശേഷം ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് താൻ മുട്ടുമടക്കി. എന്നാൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന് കാരണം താൻ കപ്പ്യാരെ അടിച്ച വിഷയമാണ് തന്നെ വേദനപ്പെടുത്തി. കൂടെ ഉണ്ടായിരുന്ന അച്ഛനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛോ, എനിക്ക് ഇന്ന് രാത്രിയിൽ കപ്പ്യാരെ കാണണം. അച്ഛൻ പറഞ്ഞു, നേരം പുലരട്ടെ, നമുക്ക് രാവിലെ പോയി കാണാം, രാത്രി ബുദ്ധിമുട്ടാണ്. പക്ഷേ മെത്രാപ്പൊലീത്ത നിർബന്ധിച്ചതുകൊണ്ട് അച്ഛനെ കൂട്ടി ആ രാത്രിയിൽ ആ റാന്തൽ വെളിച്ചത്തിൽ ഏകദേശം 2 മൈൽ ദൂരം നടന്ന് കപ്പ്യാരുടെ വീട്ടിലെത്തി. കതയിൽ മുട്ടി കപ്പ്യാരെ വാതിൽ തുറക്കുന്നു. ഉടനെ എബ്രഹാം മാർത്തോമാ അയാളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, എടോ, ഇന്ന് പള്ളിമുറ്റത്ത് പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൽ തന്നെ അടിച്ചു പോയത് ക്ഷമിക്കണം. 2 പേരും കരഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിലും അതെ, ഈ പുതിയ വർഷക്കാലം പകർത്തേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മളിവിടെ കേട്ടത്. നാം എത്ര പേരെ വാക്കുകളാലും പ്രവൃത്തികളാലും വേദനിപ്പിച്ചിട്ടുണ്ട്. കൂട്ടു സഹോദരനെ നമ്മുടെ നേരെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ദിവസം പറയും, മറ്റുള്ളവരെ നാം കോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള വിദ്വേഷം മാറ്റിയെടുക്കണം. കാരണം നാം വേദനിപ്പിച്ചവരോട് ക്ഷമ നമ്മൾ ചോദിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും വഴിപാടും ദൈവത്തിന് സ്വീകാര്യമായിരിക്കും. ഈ മാതൃകയിലേക്ക് ജീവിതം കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കാം. അത് ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരനോട് നിരക്കാതെയുള്ള വഴിപാട് തിരസ്കരിക്കപ്പെടുന്നു. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ.